ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ഇട്ട് വന്നേക്കാണ്. നമ്മളിന്ന് പിന്നെ കളിക്കാൻ പോകണം ഇന്ത്യ ബസ് ഡ്രൈവിംഗ് 3D. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഇത് ഞാൻ സെക്കൻഡ് വീഡിയോ ആണ്. ഒരു സ്റ്റോറി പറയാൻ വേണ്ടി നിന്നായിരുന്നു, അതും ആർക്കും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്താണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരു സ്റ്റോറി വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പക്ഷേ അതെന്താണെന്നറിയില്ല. മുഴുവൻ വേറെ അതൊക്കെ ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. കണ്ട, ഇയാളാണ് കഥാനായകൻ. അപ്പോൾ ഞാൻ കഥ പറഞ്ഞു തുടങ്ങാം. ഈ കഥയായിട്ട് പറയാണ്. കഥ പണ്ട് ആഫ്രിക്കയിൽ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരാണ് രോഹിത്. ആ രോഹിത് എന്താ പറയുക, രോഹിത്തിന് പിന്നെ കുറേ ഫ്രണ്ടൊക്കെ ഉണ്ട്. ആ പുള്ളി പിന്നെ ഭയങ്കര ഇതായിരുന്നു. ആ പുള്ളി എന്താ പറയുക, അവിടെ ഉള്ള ഐഷോ സ്പീഡിനെ വരെ കണ്ടിട്ടുള്ള ആളാണ്. ആ രോഹിത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാരക്ടറാണ്. അങ്ങനെ ഇരിക്കെ ഒരു വട്ടം ഇയാൾ എന്താ പറയുക, അവിടെ ഉള്ളൊരു ബാങ്ക് റോബർ ചെയ്ത് അതിൻ്റെ പേരിൽ കേസായി. എന്തായി, അയാൾ ഇന്ത്യയിലോട്ട് വന്നു. ഇന്ത്യയിലോട്ട് വന്നപ്പോഴാണ് പുള്ളി എന്താ പറയുക, ഞാൻ കഥ പറയാനില്ലെന്നേ, കഥ എന്തായാലും പറയാം. അയാൾ എന്താ പറയുക, ഇന്ത്യയിലോട്ട് വന്നപ്പോൾ അയാൾക്ക് എന്താ പറയുക, അയാളെ ഇവിടെ വന്ന്. അപ്പോൾ ആഫ്രിക്കക്കാർ ഇങ്ങോട്ട് പിടിക്കാൻ വന്ന സമയത്ത് ഇവൻ്റെ കയ്യിലുള്ള എല്ലാ കാശും പോയി. അവസാനം ഇവന് ജാമ്യമൊക്കെ കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ അങ്ങനെ ഇയാൾ എന്താ പറയുക, ജാമ്യമൊക്കെ കിട്ടിയപ്പോൾ ജാമ്യം കിട്ടിയ ആൾക്ക് ഒരു വക്കീൽ. ആ വക്കീലിൻ്റെ പേരാണ് സുമേഷ്. ആ സുമേഷ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അയാൾ എന്താ പറയുക, പുറത്തിറക്കിയതിൻ്റെ പേരിൽ അയാളും രോഹിത്തും ഫ്രണ്ടായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് സിറ്റിയിലത്തെ വലിയ ഗ്യാങ്സ്റ്ററായി. അങ്ങനെ ഇതിപ്പോൾ എന്തായി, അവരിങ്ങനെയുള്ള കുറേ തോന്നിയാസം കിടന്ന് എന്താ പറയുക, ഇത് കാട്ടി എന്താ പറയുക, ഇങ്ങനെ തിരിച്ചും കുറേ തോന്നിയാസൊക്കെ കാട്ടി. കാട്ടിയപ്പോൾ ഇതുണ്ടായി, പ്രശ്നമുണ്ടായി. അപ്പോൾ എന്താ പറയുക, ഈ പോലീസുകാരൊക്കെ അവിടെ അടുത്ത നായകൻ്റെ എൻട്രി വരും. എന്താ പറയുക, ആ നായകൻ്റെ പേര് മനോഹരൻ വന്നിച്ചും രോഹിത്തിനെ രക്ഷിച്ച്, ഇവരെ രണ്ടുപേരും രക്ഷിച്ചു. അങ്ങനെ ഒരു മൂന്നുപേരും ഫ്രണ്ടായി. അങ്ങനെ ഫ്രണ്ടായപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അങ്ങനെ ഇവർ മൂന്നുപേരും മൂന്നുപേരിങ്ങനെ ക്രൈമും കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടായി. എന്താ പറ്റിയ കാര്യത്തിൽ തീരുമാനമാവില്ലേ, ഒന്നും തന്നെ ഇതില്ല. പോലീസുകാരൊക്കെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നാൾ ഇവരിങ്ങനെ വേറൊരു വില്ലൻ്റെ ഇത് എൻട്രി. വില്ലൻ എന്താ പറയുക, വില്ലൻ്റെ പേരാണ് സുധാകരൻ. വന്നിട്ടും പറഞ്ഞ് സുധാകരൻ ഇവരെയൊക്കെ പിടികൂടാൻ വേണ്ടി ഗവൺമെൻറ്റായി, സർക്കാർ ജോലി കിട്ടി. എന്താ പറ്റിയ ഇവരെ മൂന്നുപേരെയും കൂടി കേസ് കൊടുത്ത് പിടിക്കാൻ നോക്കി. അങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോൾ
അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞു അവൻ പറ്റില്ല. അടിപൊളി. 5 മിനിറ്റായി ഇവൻ പറഞ്ഞു. അപ്പം ഈ രോഹിത്ത്, സുധാകരൻ, സുമേഷും 3 പേരും കൂടി മനോഹരനും സുധാകരനും മനോഹരനും സുമേഷും ഓരോ ക്രൈം എന്നൊക്കെ നടത്തിയാണ് ഇവർ നേരത്തെ പറഞ്ഞിട്ട് എന്താ പറയുക നല്ലൊരു അങ്ങനെ അയാൾ ചെയ്ത വളരെ വലിയൊരു കേസ്. ഇവരിങ്ങനെ ക്രൈം ചെയ്തപ്പോൾ ഇവർ പിടിക്കാൻ വേണ്ടി ഇവരുടെ പുറകെ വന്നു. ഇവർ 3 പേരും കൂടി വേഗം ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ രോഹിത്ത് നന്നായി. ഇവരെന്ത് ചെയ്തു? 3 പേരും കൂടി അല്ലെങ്കിൽ രോഹിത്ത് 2 പേരും തട്ടി. ശേഷം മനോഹരനെ സുധാകരനെ ഇവനും തട്ടി. ഇവൻ വെള്ളത്തിൽ തന്നെ വീണു ആത്മഹത്യ ചെയ്തു. അതാണ് ഇതിൻ്റെ കഥ. അപ്പോൾ കഥ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്